എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു അടിപൊളി ബീറ്റ്റൂട്ട് ഹൽവയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ബീറ്റ്റൂട്ട് ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകുന്ന, കഴിക്കുന്തോറും മാധുര്യം കൂടി വരുന്ന ഒരു അടിപൊളി ഹൽവയാണിത്. എന്നാൽ ഒട്ടും താമസിപ്പിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ അതിനായിട്ട് 2 ബീറ്റ്റൂട്ടാണ് എടുത്തിട്ടുള്ളത്. ബീറ്റ്റൂട്ടിൻ്റെ ആ ഒരു അളവെന്ന് പറയുന്നത് 500 ഗ്രാമാണ്. ആദ്യം നമുക്കിവ തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലൊരു വെജിറ്റബിൾ ഗ്രേറ്റർ ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ച് വളരെ നൈസായിട്ട് ഒരല്പം നീളത്തിൽ അരിഞ്ഞെടുത്ത് വയ്ക്കുകയോ ചെയ്യാം. ഇവിടെ ഇപ്പോൾ 2 ബീറ്റ്റൂട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 100 ml നല്ല കട്ടി തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാലിൻ്റെ അളവ് കൂടി പോകാൻ പാടില്ല. ബീറ്റ്റൂട്ട് വെന്ത് കിട്ടാൻ മാത്രമായിട്ട് കുറച്ച് തേങ്ങാപ്പാൽ അത്രത്തോളം മാത്രം ചേർത്ത് കൊടുക്കുക. ശേഷം ഒരു 2 മിനിറ്റോളം നമുക്കിവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ തേങ്ങാപ്പാലും ബീറ്റ്റൂട്ടും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം പാത്രം അടച്ച് വെച്ച് തേങ്ങാപ്പാൽ തിളച്ച് വരുന്നത് വരെ തീ മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം ലോ ഫ്ലെയിമിലും വെച്ച് ഏകദേശം ഒരു 10 മിനിറ്റോളം നമുക്ക് ഈ ബീറ്റ്റൂട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഇവിടെ ബീറ്റ്റൂട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മളൊരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മുടെ ബീറ്റ്റൂട്ട് ഹൽവയ്ക്ക് ആവശ്യമായ അല്ലെങ്കിൽ പാകമായിട്ടുള്ള ആ ഒരു പഞ്ചസാരയുടെ അളവാണ്. പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തുടരെ ഇളക്കി കൊടുക്കുക. ഇവിടെ നമ്മൾ ആ ചേർത്ത് കൊടുത്ത പഞ്ചസാരയെല്ലാം നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ അലിഞ്ഞു കിടക്കുന്ന പഞ്ചസാര അല്ലെങ്കിൽ പഞ്ചസാര സിറപ്പ് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. അതുവരെയും തുടരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ പഞ്ചസാര സിറപ്പും ചെറിയ തോതിൽ വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നെയ്യാണ്. ഇവിടെ നമ്മൾ 1.5 ടേബിൾ സ്പൂൺ നെയ്യാണ് അതിലേക്കായിട്ട് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും തുടരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതായത് ഈ ഒരു ഹൽവയിലെ ജലാംശമെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറി ഹൽവ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്നത് വരെ അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ടൈറ്റായി വരുന്നത് വരെ വേണം ഇളക്കി കൊടുക്കാൻ. അങ്ങനെ ഇവിടെ ഹൽവ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ കശുവണ്ടി ചെറുതായിട്ട് നുറുക്കിയതും കൂടിയിട്ട് മിക്സ് ചെയ്യാം. കശുവണ്ടി ഓപ്ഷണലാണ്, താല്പര്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ബീറ്റ്റൂട്ട് ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ വെള്ളം ഒട്ടും തന്നെ ഇല്ലാത്ത രീതിയിൽ വേണം നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുത്ത് വയ്ക്കാൻ. ബീറ്റ്റൂട്ട് ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെട്ട് പോകുന്ന അല്ലെങ്കിൽ അത്രത്തോളം രുചിയുള്ള ഒരു അടിപൊളി ഹൽവയാണിത്. നമ്മൾ സാധാരണ ക്യാരറ്റ് ഹൽവയെല്ലാം കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രത്തോളം ടേസ്റ്റുള്ള ഒരു കിടിലൻ ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുന്നു. തുടർന്നും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.